എടാ മടിയാ, നീ ബോട്ടില് വള്ളി ടോസർ ഇട്ടിട്ട് പാലത്തിൻ്റെ അടിയിൽ നിന്ന് ബോട്ടിൽ മീനെ പിടിച്ചിട്ട് നീ കുറച്ച് മാന്യത കണക്കൂട്ടി മലേഷ്യ ജോലി ചെയ്യുന്ന കുറച്ച് യുവാക്കളെ മലേഷ്യക്ക് വന്നത്. എന്നിട്ട് ഈ സിംഗപ്പൂർ ബോട്ടിലാട്ടം പോയിട്ട് 4 മീനും പിടിച്ചിട്ട് മലേഷ്യക്കാരെ കുറ്റം പറയാം. മലേഷ്യക്കാർക്ക് മീൻ പിടിക്കാൻ അറിയില്ല, മലേഷ്യക്കാർ അങ്ങനെ, മലേഷ്യക്കാർ ഇങ്ങനെ. നാറി വാ നോക്ക്, കാണിച്ചുവിടാ. ആയിരക്കണക്കിന് ആൾക്കാർ ഒരു ഗെയിമാണ്, ഇതൊരു ഗെയിമാണ് കേട്ടോ. മത്സ്യം പിടിക്കൽ ഗെയിമാണ്. ഇതേപോലെ വെറുതെ യൂട്യൂബിൽ വീഡിയോസ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പണിയെല്ലാം എടുത്ത് നോക്കിയതാ. മീനെ പിടിക്കണ്ടതാ, മീനെ പിടിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാർ ആയിരക്കണക്കിന് ചൂലിട്ടിട്ട് കുളത്തിട്ട് അവർ ഈ ഏകദേശം 21 കുളങ്ങളുണ്ട് കേട്ടോ. അവിടെ ക്യാമറയിൽ കയറൂല. അതാ ആ മീനെ ലൈവിന് കണ്ടോ, അതാ പിടിക്കുന്ന മീനെ പിടിക്കണ അതാ അതാ പിടിച്ചിട്ട് അതാ 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 കണ്ടാ, കാണുന്നുണ്ടോ മോനെ? അതൊക്കെ അതാ നോക്ക്. എന്നിട്ട് ഇനി ഇങ്ങോട്ട് നമുക്ക് ഫുൾ ചിലവ് നമ്മൾ എടുക്കില്ല. അതാ ഇനി അലോസ്റ്ററിലേക്ക് മലേഷ്യയിലേക്ക് പോവാം കേട്ടോ. ഫുൾ ചിലവ് നമ്മൾ ഏറ്റെടുക്കാൻ പറ്റുക. ഇത്ര മത്സരത്തിൽ പങ്കെടുത്തിരിക്കുക. ഇതിൽ ഏറ്റവും വലിയ മീൻ പിടിക്കുന്ന ആൾക്ക് വലിയ മീൻ എന്ന് പറഞ്ഞാൽ 1 കിലോ 1.5 കിലോ അല്ല, 15 കിലോ 12 കിലോ മീനാണ്. അതാണ് പിടിച്ച മീൻ. ആ മീനെ പിടിക്കാൻ പിന്നെ വെല്ലുവിളിക്കുന്നു. ഇവിടെ വന്നിട്ട് മീനെ പിടിച്ചിട്ട് നീ സമ്മാനം ഗെയിം എടുക്കണേ. 300,000 വെള്ളിയാണ് ഒരു ഗെയിമിസ്റ്റിന് കിട്ടുക. ഏകദേശം നാട്ടിൽ 60 ലക്ഷം ഉറുപ്പിക. വാ വാ ഇങ്ങോട്ടേക്ക് വാ, അലോസ്റ്ററിലേക്ക്. ആ വീണ്ടും വീണ്ടും എന്തോ അതിലൊന്നും കളിയുണ്ട് അപ്പുറത്തിൽ. നമ്മൾ സംശയിക്കും നമ്മള്. ഇതാ നീ അങ്ങനെ പറഞ്ഞ സ്ഥിതിതാ ഇതൊരു ഗെയിമാണ്. ഒരു ഗെയിമാണ്. ഇതാ ലക്ഷക്കണക്കിന് പൈസ ചെലവാക്കിയിട്ട് മക്കളിടാ ഇങ്ങനെ ഒരു വേദി ഉണ്ടാക്കി. അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് പോവാം. മലേഷ്യയിലേക്ക് നമ്മൾ ഫുൾ ചെലവ് 10 ഏക്കാണ് ബന്ധപ്പെട്ട വഴി 10 ഫ്രം പാലക്കോട്. ഇവിടെ അലോസ്റ്റർ ചെയ്യാനുണ്ട്. പിന്നെ ഇതിൻ്റെ ആടിയിൽ നമ്മൾ നമ്പർ കൊടുക്കും. വീണ്ടും വിളിക്കുവാണേ അലോസ്റ്ററിലേക്ക് പോവാം. ഇങ്ങനെ ഒരു 10 കിലോനെ മീൻ പിടിക്കുക. അതാണ് രണ്ടാമത്തെ പിടിച്ചതാ. താഴ്ന്നതാ കിട്ടൂലേ, ക്യാമറ കിട്ടൂലേ? അതാ വേറെ ആൾ പിടിച്ച മീനാണ്. അതാ ഇത് ചെറിയൊരു കുളമാണ്. ഇത് അപ്പുറത്ത് പിന്നെ 10-21 കുളം കിട്ടുക. ഞാൻ മറ്റു പേരും കൂടി സ്ഥലത്തു നിന്നാണ് പിടിക്കുന്നത്. അങ്ങനത്തോളം നീണ്ടു നിൽക്കുന്ന പാകിസ്ഥാൻ. പാകിസ്ഥാൻ നമ്പർ. യെസ് അതെ അപ്പോ ഉണ്ടാ അല്ല വീട്ടിൽ അപ്പോ satu fish satu oke അടിപൊളി സാധനം. Amazing, excellent. Excellent, super food. Super. Recipe yang saya baru. Oke. Sos ini. Oke. Mati. Ya, thank you. Mati. Ambil lagi. Halo. Balik ya? Bukan. Ke mana? Ah, betul. Kenapa ya? Oh, betul ya. Kak, Abe. ഓക്കെ, നമ്മൾ ഏറുമാടത്തിൽ നിന്ന് താഴേക്ക് പോവാണ്. ഏറുമാടത്തിൽ ആളിങ്ങനെ വിശ്രമിക്കുന്നത് വരാണ്ടാ. സ്ത്രീകളെ കുട്ടികളൊക്കെ മക്കളെ ഇങ്ങനെ ഏറുമാടത്തിൽ താഴേക്ക് ഇറങ്ങാണ്. ഇതിങ്ങനെ ഒരു ദിവസം 1.5 ദിവസം ഇവർ ഇതിനായിട്ട് ഉപയോഗിക്കും അല്ലേ പത്തേക്ക? കാരണം പല ഭാഗങ്ങൾ മലേഷ്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ ആൾ വരുവാണ് അല്ലേ? തീർച്ചയായും വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും പിന്നെ ഇവർക്ക് ഭയങ്കര കുട്ടികളും ആൾക്കാർ ഫാമിലി ആയിട്ട് ഓക്കെ കിട്ടിയിട്ട് പോന്നോ? ഓക്കെ അതാ വേ അല്ലേ കൊണ്ടുണ്ട് കമ്പ്യൂട്ടർ ഓഫീസാണ്. അങ്ങനെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ആൾക്കാർ ഇങ്ങനെ ഫാമിലി ആയിട്ട് വന്നിട്ട് ഒരു എന്നിട്ട് ഇവർ ദിവസം ഇവരെ അടിച്ച് പൊളിക്കും. തിന്നുക കുടിക്കുക. ചേട്ടാ മോനെ ബേബി ഓക്കെ ഉണ്ടോ? കാത്തിരിക്കുന്നു മക്കൾ. ഓക്കെ ആ അതെ ബസ് ഓക്കെ ഉണ്ടാ കച്ചവട സ്ഥാപനങ്ങളായി ഇടയ്ക്കിടെ മത്സരം നടക്കാറുണ്ട്. പൈസ ആണ്. എവിടെയാണ് നിങ്ങൾ കൊണ്ടു വെച്ചിട്ടുള്ളത്? ഓ നമ്മൾ ഏറുമാട് താഴേക്ക് ഇറങ്ങി.
chasing shadows, fighting battles. I've been on my own for a while, let them say I'm doing better. I've been broken, but now I'm going. I've been on the road of I made it through. I grew up reading stories. How I believed that I could find Padas. Itu jemput lah. ഇതാണിട്ട് കമ്മിറ്റി ഓഫീസല്ല അത് പറയുമ്പോൾ കമ്മിറ്റി ഓഫീസ് പക്ഷേ നമസ്കാരം ആളുടെ നിസ്കരിക്കുക സ്ത്രീകൾക്ക് വേറെ പുരുഷന്മാർക്ക് വേറെ ഫുഡ് കോർട്ട് ഔള് നല്ല സജ്ജീകരണം ഉണ്ടോ ഔളുണ്ട് നിസ്കാര ഹാളുണ്ട് നമ്മൾ നാട്ടിൽ ടർഫ് പോലെ അനുഭവിക്കല്ലേ ടർഫ് പോലെ അല്ലേ അസാതെ ടർഫിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ചെറിയൊരു ഔല് ഇങ്ങനെ ചെറിയൊരു ബാത്റൂമും കാര്യം അതുപോലെ വലിയൊരു സംവിധാനമാണ് നീണ്ട് പരന്ന് കിടക്കണം വെള്ളം ഇങ്ങനെ പാക്കാക്കി പോകുന്നു പ്രഷറായിട്ടേ ഇല്ല നീണ്ടിരിക്കുന്ന അതിലൊക്കെ ഇത് കണ്ട പോലെ ഉണ്ടല്ലോ ഐ അക്കാ ചേച്ചാ എന്നാ വിജയിച്ചു നമ്മൾ വിജയിക്കുന്ന പറയും കണ്ടോ ഓക്കെ റെഡി ഓക്കെ 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 എവറിത്തിങ് അണ്ടർ കൺട്രോൾ ഓക്കെ 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 ഗുഡ് ഗുഡ് നമ്മളെ ഈ ചാച്ചനും പോയത് ആവേശത്തോട് ഇടണ്ടാ ഞാൻ മുളക്കിരിക്കും പെർക്ക് ടീം 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 apa nama tim darah palawa ayo belum mursi dah jadi good cantik tim itu dah darah palawa apa nama darah palawa tim per people ഒരു ടീം തന്നെ കൊമ്മല്ലെന്ന് വെച്ചാൽ കിണത്തിന് മൊത്ത അത്രയ്ക്കും വലുതാണ് മീനിന്റെ വലുപ്പനുസരിച്ച് കൊമ്മ ഉണ്ടാകാം കൊമ്മനെ പട്ടയ്ക്ക് വന്നു Yes, guys. മടിയം പറയുന്നത് മനുഷ്യർക്ക് മീൻ പിടിക്കാനാകും എന്താ നീ പറയുന്നതാ നാട്ടിൽ നിന്ന് ബോട്ടിലിട്ട് 2 മീൻ പിടിച്ചിട്ട് മീൻ പിടിച്ചിട്ട് അതാണ് വലിയ ആളായി മീൻ പിടിക്കാൻ അറിയില്ല. മത്സരം അവിടുന്ന് പൊടി പൂരുന്നതാ സ്ത്രീ കാണികളായി ഇവിടെ പുറക്കാഴ്ചകളുണ്ട് ഇതാ ഇവിടെ ചന്ത ഉണ്ട് ഇതാ നല്ല അടിപൊളി കൂളിംഗ് ഗ്ലാസ് ഇതാ ചൂണ്ട സെൻറ്റർ എന്നല്ല കാഴ്ച ഇതൊരു കുളം അത് മറ്റൊരു കുളം പിന്നെ ഇപ്പുറം കുളമുണ്ട് 1 2 3 4 5 12 കുളമുണ്ട് 12 കുളം മടിയാ വരൂ ഒരു മീൻ അടിച്ചിട്ടുണ്ട്. ഒരു മീൻ അടിച്ചു കഴിഞ്ഞാലെന്ന് വെച്ചാൽ പ്രശ്നം എന്ന് വെച്ചാൽ ഇതാ ഇത്രയും കയറുണ്ടാകുമ്പോ
ചില കാരണം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കുളത്തിട്ടുള്ള ഇത് വരും. നമ്മുടെ ചങ്ക് ഒരു മീനെ പിടിച്ചിട്ടുണ്ട്. ഭയങ്കര എത്ര ചൂണ്ടുണ്ടാവും അല്ലേ, ആയിരക്കണക്കിന് ചൂണ്ടടിയുന്നതാ. മീൻ എടുത്തിട്ടുണ്ടാ മടിയാ നോക്കേ, ഇതാ എവിടെയുണ്ട്. അപ്പടിക്കുന്നു തൂക്കുന്നു, ഇവിടുന്ന് തൂക്കുന്നു. ഇതിന് പൈസ കിട്ടൂല. ഇല്ല, ഇനി പൈസ ഇല്ല. ഇതിന്റെ ചൂണ്ട അതിന്റെ ബേക്ക് ഭാഗത്താ കൊളുത്തിയത്, അതുകൊണ്ട് ഇനി ഇതില്ല. പൗളാന്ന് പൗൾ പ്രഖ്യാപിച്ചു. പുറത്താ കുത്തിയ വായുടെ ഉള്ളിൽ തന്നെ കൊളുത്തണം. ശരിക്കും അത് കടിക്കണം, അതിന്റെ റൂള്. അതായത് അത് സഞ്ചരിക്കുമ്പോൾ അതിന് തട്ടാൻ പാടില്ലെന്നാ തിന്നതേ ഇനി അത് ശരിക്കും കൊത്തണമെന്നാണ്. അതാണ് ഗെയിം. അന്ന് അവർക്ക് മാത്രമേ തൂക്കാൻ എടുക്കൂലൂ. അവിടെ ഒന്ന് പിടിച്ചിട്ടാ അടിയിലെല്ലാം പിടുത്തുന്നുണ്ട്, മൊത്തമായിട്ട് പിടിക്കുന്നുണ്ട്. പെണ്ണുങ്ങ പിടിച്ചത്. അടുക്കടാ അടുക്കടാ എടാ എടാ ഇവിടെ പെണ്ണുങ്ങ പിടിച്ചിട്ടുണ്ട്. ഒരു പാപ്പട സ്ത്രീ പിടിച്ചിട്ടുണ്ട്, വലിക്കുന്നുണ്ട്. അയ്യോ ഗുഡ്. പുറത്താണ് അമ്മ കൊത്തിയത്. ശരിക്കും ഇതിന് ഇത് പുറത്താണ് കൊലത്തിയത്. അല്ല ഇത് ഗെയിമാണ്. ഇത് ലക്കിയാണ്. അയ്യോ വലിയ മീനാണ് എന്തായാലും. പെണ്ണുങ്ങളെ മടിയാ, പെണ്ണുങ്ങളെ മീൻ പിടിക്കുന്ന മടിയാ. മീൻ പിടിക്കാൻ അറിയില്ല. അതിനിടയ്ക്ക് ഇടുന്ന് ചൂണ്ടിടാന്ന് മുമ്പിലേക്ക് നമ്മളെ കടയിൽ വരുന്ന പെണ്ണുങ്ങളുണ്ട് സ്ഥിരമായിട്ട്. അയാൾ സ്ഥിരമായിട്ട് വരുന്നതാണ്. ഞാൻ കണ്ടിട്ടില്ല, ഇവരിങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞാന്ന്. നമ്മൾ ഇവിടെ ഒരുപാട് ആളുണ്ടാകുമ്പോൾ നമുക്ക് ആളെ മനസ്സിലാവില്ല അല്ലേ. ഓർക്ക് നമ്മളെ വേഗം മനസ്സിലാവും. കാരണം ഇന്ത്യൻസ് ബംഗാളിയാണ്. അതന്നെ മീൻ പിടിക്കാൻ പറ്റാ. അപ്പോഴത്തെ ജനങ്ങളുടെ ആവേശം എന്തായിരിക്കും നോക്കിതാ. ഇവിടത്തെ സംവിധാനം നോക്ക്, കിട്ടൂല. ഇത് നോക്കേ മടിയാ, നോക്ക് മടിയാൻ പോലും വെറുതെ മടിയാ കളിക്കുന്നത്. നീ ആടെ വന്നിട്ട് ജോഡ് പാറ വന്നിട്ട് ആ സിംഗപ്പൂർ പോയിട്ട് 4 മീനും പിടിച്ചിട്ട് മലേഷ്യക്കാർ കുറ്റം പറയില്ല. ഈ മാറേ നോക്ക്, ഇതാ ആയിരക്കണക്കിന് ചെയ്യാലേക്ക് പോവാ. ഫ്രം പത്ത നോക്കതാ മീനെ പിടിക്കുന്നതാണേട്ടാ. മീനെ വണ്ണം നോക്കടാ. എന്റെ ചെമ്പല്ലും പിടിച്ചിട്ട് അപ്പളക്കുന്നു. ആരോ മടിയാ, അതിനെ വെറുതെ അല്ല മടിയാന്ന് വിളിക്കുന്നു. നീ മലേഷ്യയിൽ വന്നിട്ട് പറഞ്ഞല്ലോ മലേഷ്യക്കാർക്ക് മീൻ പിടിക്കാൻ അറിയില്ല, മല തോണ്ടും മണിയാക്കുന്നല്ലോ. എടാ നീ വള്ളി ടോസ് എടുക്കുന്ന കാലത്ത് തന്നെ ഇവിടെ നോക്കടാ. നിന്നെ മടിയാന്ന് വെറുതെ വിളിച്ചിട്ടാ. ആയിരക്കണക്കിന് ആളാ ചൂണ്ടെടുത്ത്. മത്സരം ഇത് സുമാറിനെ പോലെ ടൈം പാസിനല്ല, ഇത് മത്സരം. നോക്ക് ബോട്ടില് 2 മീനെ പിടിച്ചിട്ട് കള്ളക്കളി അവരെ ഇര കണ്ട. നീ മറ്റേ പാട്ടിട്ട് പിടിക്കാനല്ല, ഇതാ അവരെ ആയുധങ്ങളുണ്ട്. നീ ഇവിടെ വെല്ലുവിളിക്കുമ്പോ കുറച്ചൊക്കെ കണ്ട് വെല്ലുവിളി. ഇങ്ങോട്ടേക്ക് പോവാ, ആലോചിച്ചാർ ഇയാളിലേക്ക് പോവാ കേട്ടാ. ബാക്കി നമുക്ക് എടുത്ത് കാണാം. ഫ്രം ഫത്ത നമ്മളൊരു ചാച്ച പറയുന്നത് എന്നെ പിടിക്കുന്ന പറയതാ. അയ്യോ ഗോഡ്. അവന് മണ്ണിനെ കൊണ്ട് കളിക്കണ്ട, എന്തായാലും പിടിക്കും. ഓക്കെ ചച്ചിൻ. അയ്യോ ചച്ചിനെ ഇപ്പൊ എറിയാൻ പോയി. മണ്ണിര മലേഷ്യൻ മണ്ണിര എറിയാൻ പോകുന്നില്ല. ഒരാൾ ചൂണ്ടിടാൻ പോവാണ്. അങ്ങനെ കിട്ടും, എന്തായാലും കിട്ടും.
അക്ഷമയോടെ പ്രായമുള്ളവരൊക്കെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഓക്കെ കിട്ടും കിട്ടും. ഓക്കെ ഓക്കെ. തവള തവളക്കുഞ്ഞ് അർഷാദ് ആര് നേടും? ആര് വിജയ്? ആരായിരിക്കും വിജയ്? ഹലോ Lima ekor dia. 5 kilo. 5 ekor. Mashallah. Hey guys. Ni. Okay. Bos. Ayo. Bos. Soja Ami. Soja. Bos. Halo bos. Ya. Halo. Okay. Halo guys. Channel mana? From India, Malaysia, Mallo. Fishing, not fishing. You. No. ഇതാ അടുത്ത പിടിച്ചതാ. ഇതാ മോനെ പിടിച്ച്. ഇതാ ഈക്ക പിടിച്ചതാ. ഗുഡ്. പരിശോധിക്കുന്നു ഡോക്ടർ. ഇതിന് രണ്ടാമത് കുളത്തിടാൻ പറ്റുമോ? അല്ല അങ്ങനെ വെക്കുന്നല്ലേ പട്ടക. അതെന്താ പ്രശ്നം? മീനിന്റെ അത് മീൻ ഇതിപ്പോ പറഞ്ഞു കേൾക്കുന്നു. അത് ബായിരെ പുറത്തെ ഭാഗം കൊളുത്തില്ല. പുറത്തെ ഭാഗത്ത് കൊളുത്തി കഴിഞ്ഞാൽ പൈസ കിട്ടും. ബായിന്റെ ഉള്ളിൽ തന്നെ ഇറക്കണം. അതിന്റെ ഉള്ളിലേക്ക് കയറണം. ഫുൾ ബാറ്റിൽ പോയാലും പ്രശ്നമില്ല. പുറത്ത് കൊളുത്തി വലിക്കാൻ പറ്റില്ല. പുറത്ത് കൂടി ഹലോ ഗേസ്. ഓക്കെ ഇവരിങ്ങനെ കാത്തിരിക്കുക. ഫാമിലി ആയിട്ട് മൊത്തം വന്ന് കാത്തിരിക്കുക. 300,000 വെള്ളി കിട്ടി കഴിഞ്ഞാൽ പിന്നെ ലൈഫ് ഓക്കെ റെഡി. നോക്കണ്ട. ഇങ്ങനെ 2 ദിവസം ഇരുന്നാലെന്താ കിട്ടണം. ഓക്കെ ബോയ്സ്. ഓക്കെ എല്ലാവരും ഹാപ്പിയാണ്. എല്ലാവരും പിടിക്കുന്ന പറയും. അക്ക ഫുൾ മാഗി ഐറ്റംസ് ആണ്. വാക്കാർന്ന് കുടിക്കുന്ന. മത്സരവേദിയാണിത്. 3-4 കുളങ്ങൾ. 4 കോരാന്ന് തോന്നുന്നു. മത്സരം നടക്കുന്ന വേദിയാണ്. ഞങ്ങൾ നോക്കൂ, മത്സരം നൽകുന്ന വേദിയാണ്. ചന്ത മക്കളെ. ഇത് മലേഷ്യ സമ്മതിക്കണം. ഭാര്യയും മക്കളും ഫാമിലി മൊത്തം വന്നിട്ട് ഇതിങ്ങനെ അവര് ഈ ഒരു സംഗമത്തിലല്ലേ. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ ഇത് ഓരോ കൗണ്ടറിൻ്റെ അടുത്തില്ല. ഒരു കൗണ്ടർ ഉണ്ട്. ഒരു കുളം, ഒരു കുളം. അത് എ, അതുപോലെ തന്നെ ഇത് ബി, സി, ഇ, അങ്ങനെ എഫ്, അങ്ങനെ പോകും. അല്ലേ, അതാ ബി കൗണ്ടർ ബി. ഓക്കെ ഒരു നമ്മുടെ കൊമ്പെടുത്ത് പോന്നാ
മടിയനെ കുഴിച്ചുകൂടേണ്ട ഇതുണ്ട് കൊമ്മേന്ന്. ഇതാ ഓരോ കൗണ്ടറാണ്. ഇതാ കൊമ്മ. അല്ല ഇന്നത്തെ ദിവസം അദ്ദേഹത്തിന് വേണ്ടി വന്നതന്നെ. അദ്ദേഹം അങ്ങനെ പറയാൻ പാടില്ല അല്ലേ? ആ അദ്ദേഹം അങ്ങനെ പറയാൻ പാടില്ല. ഒരു രാജ്യത്ത് വന്നിട്ട് ആ രാജ്യക്കാർക്ക് മീൻ പിടിക്കാന്ന് പറഞ്ഞാൽ ഒരിക്കൽ മീൻ പിടിക്കല് അല്ല അതാ ഇത് മീൻ പിടിക്കുക തൂക്കാം. ഇത് സി അല്ലേടാ? ഏറ്റവും വലുത് പിടിച്ച് വെച്ചിട്ടുണ്ടോ വലുത്? പ്രഭ കിലോ അത് 7 ഇത് 7 കിലോനാണ് ഇതുവരെ. ഇപ്പൊ ഇതുവരെ പിടിച്ചത് 7 കിലോനാണ് ഏറ്റവും വലുത്. 7 കിലോ. മറ്റൊന്ന് 6 കിലോ. തുജു ഇന്നാം ഏതാ മറ്റേത് അറിയില്ല, എത്ര വെയിറ്റ് അറിയില്ല. പറ്റിക്ക. ഓക്കെ. അപ്പൊ 7 കിലോന്റെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 5 മണിയായി. 5 മണിയായി. ഏകദേശം 7 മണി അവസാനിക്കും. ഹായ്. ഓ ലോ ലോ ലോ. ഓക്കെ 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 ഓക്കെ. ആരാധകർ യെസ് ഫ്രണ്ട്. ഓക്കെ ഓക്കെ. ആരാധകർ ഇങ്ങനെ ഓക്കെ ഓക്കെ ഓക്കെ. മലേഷ്യ മല്ലു. ആഘോഷം ആഘോഷം. ഒരു ആഘോഷത്തിലല്ലേ വേണ്ട എന്താ ഇവരെല്ലാം ആഘോഷത്തിലല്ലേ മത്സ്യം. എന്ത് ബോക്സ്? FA ബോക്സ്. ഡോക്ടറുണ്ട്, ചെറിയ ഡോക്ടർ. ഇതാ മീനെ പിടിച്ച് വന്നോ? അതിലും വലിയ വെയിറ്റ് കൂടി കിട്ടിയെന്ന് പറ. ആ അത് മാത്രല്ല ഇപ്പൊ 5 മണിയായി. 7 കിലോന്റെ ആണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ കിട്ടിയത്. ഇന്ത്യന്റെ 60 ലക്ഷം റുപ്യ ഇപ്പൊ 7 6.55 ഒരാൾ 7.100 പിടിച്ചാൽ മാറി പ്രൈസ് മാറി. അതന്നെ പ്രൈസ് മാറും. പെണ്ണുങ്ങള് സ്റ്റിക്കും കാര്യങ്ങളും പിടിച്ചിങ്ങനെ നിൽക്കുന്നു. ഈ പെണ്ണുങ്ങളെ പ്രൈസ് ഉണ്ട്. അപ്പോൾ പ്രൈസ് കൊടുക്കാൻ വേണ്ടിക്കില്ല അവർ കുറച്ച് ടൈം എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കാത്തിക്കുന്നതാണ്. ഇപ്പോൾ ഇതെല്ലാം പ്രൈസ് ഉള്ള ആളാണ്. ഒരുപാട് പ്രൈസ് ഉണ്ട്. സെക്കൻഡും തേർഡും ആദ്യം ഇതെല്ലാം ആയിട്ട് പ്രൈസ് മണി ഉണ്ട്. അപ്പം അതിന് വേണ്ടി കാത്തിക്കുന്ന പറയുന്നത് ഇവരെല്ലാം. പെണ്ണുങ്ങാവും അതേ കണക്ക് തന്നെ. പെണ്ണുങ്ങൾ ഒരുപാടുണ്ട് മത്സരത്തിന്. മത്സരം കഴിഞ്ഞ ആള് പോയിട്ടും തീരുന്നില്ല. ആൾക്കാർ ഒരുപാട് പോയി, എന്നാലും ആൾക്കാർ തീരുന്നില്ല. ഒരുപാട് ആൾക്കാർ അങ്ങനെല്ലാം വരുന്നുണ്ടോ. ഇതാ മത്സരം അവസാനിച്ച് റോഡും കാര്യമെല്ലാം ബ്ലോക്ക് ആയിട്ടില്ലേ മൊത്തം. ഫുൾ ആൾക്കാർ ഒന്നും പറയണ്ട, ഒന്നും പറയാനില്ല ഈ മത്സരം. അങ്ങനത്തെ ജനപ്രവാഹം. എല്ലാ പാർട്ടി സമ്മേളനം കഴിഞ്ഞിട്ട് പോകുന്ന ഒരു പരിപാടി കണക്കെ ഇല്ലത്. ഇത് അതെ അത്രക്കല്ലേ. ഇതൊരു ഗേറ്റ്. ഇങ്ങനത്തെ 12 ഗേറ്റ് ഉണ്ട്. അങ്ങനെ പരിപാടി കഴിഞ്ഞ് ആൾക്കാരെല്ലാം എല്ലാവരും അവരവരെ സ്ഥലങ്ങളിലേക്ക് പോകുന്നു. ജോഹറിൽ നിന്ന് വന്നവരുണ്ട്, കേരളത്തിൽ നിന്ന് വന്നവരുണ്ട്, സാബയിൽ നിന്ന് വന്നവരുണ്ട്, മലേഷ്യൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും വന്നവരാണ് കൂടുതൽ. നാട്ടുകാർ ഇഷ്ടമാരുണ്ട്. എല്ലാവരും
അവരവരുടെ ബാഗും കൊമ്മ അവരുടെ സ്റ്റിക്ക് എല്ലാം ഇട്ടിട്ട് അവർ ഇവിടെ ഇങ്ങനെ അങ്ങ് വരെ ബ്ലോക്കാണ്. ബസ്സിൽ വരെ ടീമായിട്ട് വന്നിട്ടുണ്ട്. മത്സരം അവസാനിച്ച് മത്സരാർത്ഥികളൊക്കെ തിരിച്ചു പോവാണ്. വമ്പിച്ച് തിരക്കാണ്. മത്സരം സമാപിച്ചു. കാലിയായ കുളം. നിരാശയോടെ കുറച്ചാൾ നിൽക്കുന്നു. നോക്കൂ, ആ കൈ നിൽക്കുന്നവരൊക്കെ സമ്മാനം മേടിക്കാൻ കാത്തിക്കുന്നവരാണ്. അവർ എന്താ ഏകദേശം എല്ലാവർക്കും സമ്മാനമുണ്ട്. അത് കിലോ കണക്കിന് സമ്മാനം. 5 കിലോന് സമ്മാനം, 6 കിലോന് സമ്മാനം, 3 കിലോ സമ്മാനമുണ്ട്, 3.5 കിലോ വരെ സമ്മാനം ഉണ്ടെന്ന് തോന്നുന്നു. അത്ര മീൻ പിടിച്ച ആൾക്കാരാണ് ഇതിൽ എഴുതി വെക്കുന്നത്. ഏകദേശം 2 മണിക്കൂർ ആവും തോന്നുന്നു. പ്രത്യേകിച്ചല്ലേ അത് കിട്ടിയത്. ഇതൊക്കെ സമ്മാനം കാത്തിക്കുന്നവരാണ്. ഇതൊക്കെ സമ്മാനം കാത്തു കിടക്കുന്നവർ. ഇതൊക്കെ സമ്മാനം കാത്തു കിടക്കുന്നവരാണ്. വിജയികളെ കാത്തിരിക്കാണ്. സമ്മാനം നാട്ടിലെ ട്രോഫിയോ അല്ലെങ്കിൽ MLA വരത്തോ വണ്ടി വരത്തൊന്നുമില്ല. ഇവിടുത്തെ സംഘാടകർ കൊടുക്കും. വിജയികളാണ്. ഇതൊക്കെ വിജയികളാണ്. കൗണ്ടറാണ്. ഇതെല്ലാം വിജയികളാണ്. എല്ലാവർക്കും ഓരോ മേലോട്ട് പിടിച്ച എല്ലാവർക്കും സമ്മാനം കാത്തിരിക്കും. ഹലോ ഗൈസ്. അല്ല സമ്മാനത്തിനാളോ? ഹലോ ഗൈസ്. വലിയ സമ്മാനം തൂക്കുല്ലവരാണ്. തൂക്കെടുത്തൊക്കെ വിൽക്കുന്നവരാണ്. അവരൊക്കെ റെസിപ്റ്റ് കാണിക്കും, പൈസ മേടിച്ചു പോകും. സമ്മാനം കാത്തു കിടക്കുന്നവരൊക്കെ എല്ലാവർക്കും സമ്മാനമുണ്ട്. ഓക്കെ, നീണ്ടു കിടക്കുന്ന ആൾക്കാർ. ഞമ്മ ഇവിടുന്ന് വീടെല്ലാം ഞമ്മ സമ്മാനം അവർക്ക് കൊടുക്കുന്ന അതിന് കാത്തിക്കാനും ചെയ്തിട്ടില്ല വീഡിയോ എടുക്കാൻ. കാരണം അത് 9 മണിയെല്ലാം ആവും പോലും. അപ്പോൾ അതുവരെ നമുക്ക് കാത്തിക്കാൻ കഴിയില്ല. അപ്പം അങ്ങനെ നമ്മ കടയിലേക്ക് തന്നെ വിടലായി. അപ്പോൾ കുറേ ടൈമായി. ഇപ്പോൾ 1 മണിക്കൂറോളമായി മത്സരം കഴിഞ്ഞിട്ട്. ഞങ്ങൾ കുറേ എന്നിട്ട് ഇവിടുത്തെ ബ്ലോക്ക് ഇതുവരെ മാറിയിട്ടില്ല. അത്രയ്ക്ക് ജനങ്ങളുണ്ടായിനി, ഒരുപാട് ജനങ്ങളുണ്ടായിനി. Okey, baik. Assalamualaikum dan salam sejahtera. Okey, kita buat video untuk ranking kategori open dulu di kolam Titi Mega hari ni. Juara 300,000,
ranking open dan kita ada ranking ikan target 3.550 yang tu sekejap lagi lah. Okey, bersama kita juara nombor 2 dan nombor 3 pada hari ni 15 November, 15 hari bulan 11. Panjang nak kutan dah itu. Okey, bersama adik-adik kita hari ni, abang-abang muda-muda kita yang juara hari ni. Nombor 1, nombor 2, nombor 3. Okey, nombor 3 kita, nombor 3 ജയൻ nama മെഡിക്കൽ mana? ആളുണ്ട് സെക്യൂരിറ്റി ഉണ്ട് Muhammad Amar Hafiz daripada mana? Kalau Naka sakit Kedah. kan. Bawa pulang 15,000. Okey, kolam mana hari ni? Kolam D. Kolam D. 15,000 nombor 3. Alhamdulillah. Okey. Nombor 2 kita 30,000. Nama apa? അപ്പോൾ ഓക്കെ എന്നല്ലേ വീഡിയോയുടെ അവസാനിക്കുന്നു. Sungai Limau Yan Kedah bawa pulang RM30,000 Muhammad Farhan. Kolam mana? Kolam D. Kolam D nombor 2 ini. Okey. Bersama juara kita